ഹൊക്മ ജീവൻ നൽകും വചനം. ഹൊക്മ ഹൊക്മ ജ്ഞാനം നൽകും വചനം. ഹൊക്മ ജീവൻ നൽകും വചനം. ഹൊക്മ ഹൊക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്ക് നമ്മൾ ആരംഭം കുറിക്കുകയാണ്. അതിന് തുടക്കമായിട്ടുള്ള ആഘോഷമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ യാംസൂഫ് അല്ലെങ്കിൽ സീ ഓഫ് റീഡ്സ്, ഞാങ്ങണകളുടെ കടലിലൂടെയുള്ള ഇസ്രായേൽ ജനതയുടെ യാത്ര എന്ന് കണ്ടു. അത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ നമുക്കിന്നും സംലഭ്യമാണ് എന്ന കാര്യം കൂടി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു. വിശുദ്ധ കുർബാനയാവുന്ന ആ കവാടത്തിലൂടെയാണ് പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കവാടത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കും ഈ വിശുദ്ധ ഗ്രന്ഥ വചനഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കിനി കാണാൻ പോകുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ്. ഓരോ അധ്യായങ്ങളും നമ്മൾ നന്നായിട്ട് വായിക്കണം, പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം. ഈ വചനഭാഗങ്ങൾ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കേൾക്കണം. അതിലൂടെയാണ് നമുക്ക് ഈ വചനഭാഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. വളരെ സ്ലോയിലാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഒരു മനോഹരമായ കീർത്തനമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം ഒരു കീർത്തനമാണ്, ഒരു പാട്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവാവിഷ്കരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവിക വെളിപാടിനെ കുറിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കൾ പല മെത്തഡോളജികൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില കീർത്തനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കണ്ട ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന സൃഷ്ടിയുടെ വിവരണം മുഴുവനും കീർത്തനങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സന്ധ്യയായി പ്രഭാതമായ 1-ാം ദിവസം, സന്ധ്യയായി പ്രഭാതമായ 2-ാം ദിവസം, സന്ധ്യയായി പ്രഭാതമായ 3-ാം ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഒരു കീർത്തനത്തിൻ്റെ രീതിയിലാണ് അത് രൂപീകരിക്കപ്പെട്ടിരിക്കുക. ചിലതൊക്കെ ചില പ്രോസിൻ്റെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, നറേഷനായിട്ട് ഉപയോഗിക്കുന്നത്. ചില കഥകൾ പറയുന്നതിലൂടെ, ചില സംഭവങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകമൊക്കെ 14-ാം അധ്യായം ഒരു സംഭവത്തിൻ്റെ ആവിഷ്കാരം നടത്തുകയാണ്. കടലിലേക്ക് വടി എടുത്ത് അടിച്ചു, കടലിൽ 2ആയിട്ട് മാറി. ഇതൊക്കെ സംഭവങ്ങളുടെ വിവരണങ്ങളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു പാട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ ഏറ്റവും ആദ്യത്തെ കീർത്തനം എന്ന് വേണമെങ്കിൽ ഈ പാട്ടിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതാരും എഴുതിയ പാട്ടല്ല, മറിച്ച് പാട്ട് എഴുതുന്നവരല്ല, മറിച്ച് ഈ പാട്ട് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ അവർ നിരന്തരം പാടി പ്രാർത്ഥിച്ചതാണ്. അത് അവരെ അനുഭവിച്ച ദൈവിക സത്യങ്ങളെ, ദൈവിക വെളിപാടിനെ അവർ അവതരിപ്പിക്കുന്നതാണ് ഈ പാട്ടിലൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ആരംഭകാലം മുതൽ തന്നെ, പ്രത്യേകിച്ച് അവരുടെ വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനം ലഭ്യമായതിനു ശേഷം അവരനുഭവിച്ച ദൈവിക യാഥാർത്ഥ്യങ്ങളെ ഇട്ട് പാടി 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 പ്രാർത്ഥിച്ച് പിൽക്കാലത്തെ തലമുറകൾക്ക് ഈ പാട്ട് കൈമാറ്റം ചെയ്ത് അങ്ങനെയാണ് ഈ പുസ്തകത്തിലേക്ക് ഈ കീർത്തനം കടന്നു വരാൻ ഇടയായത്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ അവരനുഭവിച്ച വിശ്വാസത്തിൻ്റെ എല്ലാ സത്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം അവർ തുടങ്ങുന്ന ഇങ്ങനെയാണ്: മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, ആശീറാന ല അദോനായി. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. ഇതൊരു വിജയഗാനമായിട്ടാണ്, ടോൺഡ് സോങ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക. ഒരു വിജയഗാനമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുക. കർത്താവ് നമ്മൾ വിജയിച്ചിരിക്കുന്നു. ആരാ? ഇവിടെ വിജയിച്ചിരിക്കുന്ന കർത്താവാണ്, മനുഷ്യനല്ല വിജയിച്ചിരിക്കുന്നത്. കർത്താവ് വിജയിച്ചിരിക്കുന്നു, പൂർണ്ണമായ വിജയം. അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. ഉണ്ടോ? കർത്താവാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്, മനുഷ്യന്റെ ശക്തിയോ മനുഷ്യന്റെ ബലവുമോ അല്ല. യഥാർത്ഥത്തിൽ പുറപ്പാട് സംഭവം മുഴുവനും ദൈവത്തിൻ്റെ വിജയമായിട്ട് ആഘോഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വിജയത്തെ എങ്ങനെയാണ്, ദൈവത്തിൻ്റെ വിജയത്തെ എങ്ങനെയാണ് അവർ കാണുക? ആരാണ് ദൈവം എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ ഇനി ഈ പാട്ടിൽ കൊടുത്തിരിക്കുകയാണ്. പാട്ടിനെ പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പാട്ടിലൂടെ നമുക്ക് വേണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരനുഭവിച്ച ദൈവിക യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ടാണ് ഈ പാട്ടിനെ ബേസ് ചെയ്തുകൊണ്ട്, ഈ കീർത്തനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നീടുള്ള വിശ്വാസ സത്യം മുഴുവനും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കീർത്തനത്തോട് ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് 2
പ്രധാനപ്പെട്ട കീർത്തനങ്ങളാണ് പഴയ നിയമത്തെ മുഴുവനെയും ചലിപ്പിക്കുന്ന ചാലക ശക്തികളായിട്ട് നിൽക്കുക. ഒന്ന് പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായവും, 2 ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായവും, ദെബോറായുടെ കീർത്തനം. ഈ 2 കീർത്തനങ്ങൾ, അതിൽ ആദ്യത്തെ കീർത്തനമായ പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമുക്കത് പ്രവേശിക്കാം. ഇവിടെ ദൈവത്തിന് കൊടുക്കുന്ന ചില നാമങ്ങളുണ്ട്. ഒന്ന്, അവിടുന്ന് സൃഷ്ടാവാണ്. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. കർത്താവ് എനിക്ക് രക്ഷയാണ്. എന്താണ് പറയുന്നത്? കർത്താവ് അവിടുന്ന് എനിക്ക് രക്ഷയാണ് എന്ന് പറയുകയാണ്. കർത്താവിന്റെ ശക്തിയും സംരക്ഷകനുമാണ്, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാക്കിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. അത് വലിയ സത്യമാണ്. ദൈവം നമുക്ക് രക്ഷകനായിട്ട് മാറുന്നു. അതാണ് ദൈവം നമ്മളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. കർത്താവ് നമ്മളെ സൃഷ്ടിക്കുന്നവനാണ്. ദൈവം നമ്മളെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് എഴുതപ്പെടുന്ന ഈ വചനഭാഗത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മറ്റു ദേവന്മാർക്കല്ല പ്രധാനപ്പെട്ട ശക്തി, ഏകദൈവമായ കർത്താവാണ് ശക്തിമാനെന്നും ഏകദൈവമാണ് സൃഷ്ടി നടത്തുന്നതെന്നുമുള്ള ആഴമായ ബോധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് രക്ഷിക്കുന്നവനാണ് എന്നെ സൃഷ്ടിക്കുന്നവൻ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചു, കടൽ കടന്ന് കടലിൽ കരയിലൂടെ എന്ന വണ്ണം അവർ യാത്ര ചെയ്തു എന്നതിന്റെ അർത്ഥം അതൊരു പുതിയ സൃഷ്ടിയാണ് ദൈവം നടത്തുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇവിടെയും സൂചിപ്പിക്കുന്നത് കർത്താവ് സൃഷ്ടാവാണ്, യഹോവയാകുന്ന ദൈവം രക്ഷകനാണ്. എന്നിട്ട് പറയുന്നു യഹോവ ഈശ് മിൽഹമ അദോനായി ഷമോ, അതായത് പറയുന്ന കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവ് യോദ്ധാവാകുന്നു. അതിനു മുൻപ് പറഞ്ഞൊരു വചനഭാഗം മറക്കരുത്, കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. എന്തുകൊണ്ടാണ് പിതാക്കന്മാരുടെ ദൈവം എന്നുള്ള വിശേഷണം കൊടുക്കുക? മോശയ്ക്ക് ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ചോദിച്ച ചോദ്യം നമുക്കറിയാം, കർത്താവെ നീ ആരാണ്? ഉടനെ പറയുന്നു ഏഹിയെ അഷർ ഏഹിയെ, ഐ വിൽ ബി വാട്ട് ഐ വാസ്. ഞാൻ പഴയ കാലത്ത് എങ്ങനെയായിരുന്നുവോ അതുപോലെ പുതിയ കാലത്തുമായിരിക്കും. അതിനുശേഷം പറയുന്നു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവമാണ്. അവരോട് ഞാൻ എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് 15-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിന്റെ സമാപനത്തിൽ പറയുന്നത് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമാക്കുന്നത് ഇവിടെ പഴയ നിയമത്തിലെ എല്ലാ പിതാക്കന്മാരെയും നമ്മൾ ഓർക്കുകയാണ്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരോട് ദൈവം കാണിച്ച കാരുണ്യവും അവരെ ദൈവമായ കർത്താവ് വഴിനടത്തിയ രംഗങ്ങളും പ്രത്യേകിച്ച് ഏക ദൈവവിശ്വാസത്തിൽ അവരെ നടത്തിയ കാര്യങ്ങളുമൊക്കെ ഇവിടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനം പറയുന്നത് ഞങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസികളാകാനുള്ളതിൻ്റെ കാരണം ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം കരുണ കാണിച്ചതുകൊണ്ടാണ്. ഈ പിതാക്കന്മാരെ കുറിച്ചുള്ള പാരമ്പര്യം ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് അലയുന്ന അറമായനായിരുന്നു ഞങ്ങളുടെ പിതാവ്. യാക്കോബിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രാഹത്തിലൂടെയും ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും പ്രവർത്തിച്ച ദൈവമാണ് ഇന്ന് ഇസ്രായേൽ ജനതയിലൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആഴമായ ബോധ്യവും വിശ്വാസവും നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കീർത്തനത്തില് കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം നീയാകുന്നു. മൂന്നാമത് പറയുന്ന ഒരു എപ്പിത്തറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈറ്റിലാണ് നീ യോദ്ധാവാകുന്നു, കർത്താവ് യോദ്ധാവാകുന്നു. 14-ാം അധ്യായത്തിന്റെ സമാപനത്തിൽ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരാകുവിൻ എന്ന് പറയുമ്പോൾ ആരാ യുദ്ധം ചെയ്യുന്നത്? ദൈവം തന്നെയാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവം യുദ്ധവീരനായ കർത്താവാണ് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ ദേശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നിനക്ക് വേണ്ടി നീ ഭഗ്നാശനാകരുത്, കാരണം നിനക്ക് വേണ്ടി ഞാനാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം അവരുടെ ജീവിതയാത്രയിൽ യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ വാഗ്ദാന പേടകം, ദൈവത്തിൻ്റെ സാന്നിധ്യമായ
വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് പോകുന്നത്. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ വാഗ്ദാന പേടകവുമായിട്ട് ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ട് പോവുക. അതുകൊണ്ടാണ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കാഹളം മുഴക്കുന്നത്. അതുകൊണ്ടാണ് വാഗ്ദാന പേടകത്തെ പുരോഹിതന്മാര് അനുധാവനം ചെയ്യുന്നത്. അങ്ങനെ വാഗ്ദാന പേടകം മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിന്റെ സാന്നിധ്യം മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ അവര് യുദ്ധത്തിൽ വിജയിക്കുകയുള്ളൂ. സംഖ്യയുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്. അവർ പറയുകയാണ്, കർത്താവിന്റെ വാഗ്ദാന പേടകത്തിൽ നിന്ന് ഉയരുന്ന മേഘച്ചുരുളുകൾ കാണുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം എവിടെ അവസാനിക്കുന്നുവോ അവർ അവിടെ നിൽക്കും. എന്നിട്ട് പ്രാർത്ഥിക്കും, കർത്താവെ, ഇസ്രായേലിന്റെ 1000ങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് നീ തിരിച്ചു വരണമേ, ഞങ്ങളുടെ ശത്രുക്കളെ നീ തുരത്തി ഓടിക്കണമേ. ഇപ്രകാരമാണ് ദൈവം യുദ്ധവീരനായിട്ടുള്ള കർത്താവായിട്ട് മാറുന്നത്. ജോഷുവയുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് ദൈവം യുദ്ധം ചെയ്യുന്നവനാണ് എന്നതിൻ്റെ സൂചനകളാണ്. പ്രത്യേകിച്ച് ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ടാണ് ജെറീക്കോ പട്ടണത്തിലേക്ക് അവര് 7-ാം ദിവസം പ്രവേശിക്കുന്നത്. വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് ദൈവമാണ് വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യത്തിലൂടെ അവരെ യുദ്ധം ചെയ്ത് വിജയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് ജോഷുവയുടെ പുസ്തകത്തിലെ 10-11 അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വാഗ്ദാന പേടകം വെക്കും. അവിടെ ചെന്ന് കർത്താവിന്റെ പേടകത്തെ വണങ്ങിയതിനു ശേഷം മാത്രമാണ് അവർ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ടാണ് പുരോഹിതരായ പിനഹസും ഹോഫ്നിയും ഫിലിസ്ത്യർക്കെതിരെ യുദ്ധത്തിനായിട്ട് പോകുന്നത് എന്ന് സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാമത്തെ അധ്യായം നമ്മളെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യത്തിലാണ് യുദ്ധങ്ങളെല്ലാം നടത്തുന്നത് എന്ന് തുടർന്നുള്ള വചനഭാഗങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുക, ദൈവം യോദ്ധാവാണ്, കർത്താവ് യോദ്ധാവാണ്. ആ യോദ്ധാവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? ശത്രുക്കളെ, നമുക്ക് കടന്നു വരുന്ന ശത്രുക്കളെ മുഴുവനെയും നശിപ്പിച്ചു കളയുന്നു. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗങ്ങളിലൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വചനഭാഗങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഈജിപ്തുകാരോട് ദൈവമായ കർത്താവ് എങ്ങനെ ചെയ്തെന്നും ആദ്യജാതരെ സംഹരിച്ച കാര്യങ്ങളും ഇതെല്ലാം കൃത്യമായിട്ട് അക്കമിട്ട് പറയുകയാണ്. കർത്താവ് തന്റെ ശത്രുക്കളെ തുരത്തി ഓടിക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനെ നശിപ്പിക്കുന്നു, നാശമാക്കുന്നു എന്നുള്ളതല്ല. കർത്താവ് യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരും. മറ്റു മതസ്ഥർ ചെയ്യുന്നത് പോലെ കർത്താവ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നോ? മറ്റു മതസ്ഥർ കാണിക്കുന്നത് പോലെ കർത്താവാണോ ഈ യുദ്ധത്തിന്റെ കർത്താവ് പറഞ്ഞിട്ടാണോ മറ്റുള്ളവരൊക്കെ യുദ്ധം ചെയ്യുന്നത്? ഇതൊക്കെ ഉള്ള ചിന്തകൾ കടന്നു വരും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ചിന്ത ഇതൊന്നുമല്ല. മറിച്ച് ദൈവം യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു സ്ഥലത്തെയോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സമൂഹത്തെ നിഷ്കാസനം ചെയ്യുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവരിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയാണ്. അവരിലൂടെ അവർ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ സാധിക്കത്തക്ക വിധം അവരുടെ കഠിനമായ ഹൃദയങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയാൻ വേണ്ടി ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. ആ കഠിനമായ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് കർത്താവാണ് യഥാർത്ഥ ദൈവമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധങ്ങൾ കർത്താവ് നടത്തുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് യുദ്ധവീരനായ കർത്താവെന്ന് വിശേഷിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത് കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. വേറെ ഒരു നാമവും കർത്താവിനില്ല. കർത്താവാണ് അവിടുത്തെ നാമം. യുദ്ധവീരനായ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു? യുദ്ധവീരനും ശക്തനുമായ കർത്താവ് തന്നെ. മഹത്വത്തിന്റെ രാജാവാണ് ദൈവമായ കർത്താവ്. യുദ്ധം ചെയ്ത് വിജയം വരിച്ച് ഇസ്രായേൽ ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് അവിടുത്തെ മഹത്വം ജനം മനസ്സിലാക്കുന്നതും അവൻ രാജാവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്.
ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീമാണ്. ഈ തീമുകളെല്ലാമാണ് ഒരു പാട്ടായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒരു തീമാണ് ദൈവം യുദ്ധം ചെയ്യുന്നു, യുദ്ധവീരനാണ്, അവിടുത്തെ നാമം കർത്താവെന്നാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം, അതുപോലെ തന്നെ ഈ പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ ദൈവം രാജാവാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം വളരെയധികം പ്രത്യേകതയുള്ളതാണ്. കാരണം യുദ്ധവീരനായ കർത്താവാണ് ഇസ്രായേൽ ജനത്തെ യുദ്ധം ചെയ്ത് അവരുടെ ശത്രുക്കളെ അവരിൽ നിന്ന് മാറ്റി കർത്താവ് അവർക്ക് വേണ്ടി ഒരു രാജാവായിട്ട് മാറുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 എന്നീ അധ്യായങ്ങൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഗിദെയോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഗിദെയോൺ യുദ്ധം ചെയ്ത് മിദ്യാൻ എന്ന് പറയുന്ന ദേശക്കാർക്കെതിരെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത് തിരികെ വന്നു കഴിയുമ്പോൾ അവർ പറയുകയാണ്, 8-ാം അധ്യായം 20, 22 വാക്യങ്ങളിൽ പറയുന്നു, നീ ഞങ്ങൾക്ക് രാജാവായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ 1 സാമുവേലിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ സാമുവേൽ അഭിഷേകം ചെയ്തു, രാജാവാക്കി. അതിനുശേഷം അദ്ദേഹം ആദ്യം പോകുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കെതിരെ? നഹാഷ് എന്ന് പറയുന്ന അമ്മോന്യ രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നു. അങ്ങനെ യുദ്ധത്തിന് ശേഷം തിരികെ വരുന്ന ഈ മനുഷ്യനെ മുമ്പിൽ നിന്നുകൊണ്ട് ശമൂവേൽ പറയുകയാണ്, നമുക്ക് മിസ്പായിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഗഥയിൽ പോകാം. ഇദ്ദേഹത്തിന്റെ ലെറ്റസ് റിന്യൂ ദ കിങ്ഷിപ്പ്, അദ്ദേഹത്തിന്റെ കിങ്ഷിപ്പ്, രാജ്യത്വം നമുക്കൊന്ന് റിന്യൂ ചെയ്ത് അദ്ദേഹത്തെ രാജാവാക്കി മാറ്റാം. ദാവീദ് രാജാവ് ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ പറയുന്നത്, 1 സാമുവേലിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. അപ്പോൾ ദാവീദ് അവിടെ രാജാവായിട്ട് മാറുകയാണ്. അപ്പൊ യുദ്ധവീരനായ കർത്താവ് രാജാവിൻ്റെ അനുഭവത്തിലേക്ക്, രാജ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇസ്രായേലിന്റെ രാജ്യത്വം എന്ന് പറയുന്നത് ഏകദൈവമായ യഹോവയിൽ മാത്രമാണ്. മറ്റ് രാജാക്കന്മാരോ മറ്റ് ദേശക്കാരോ ഒന്നും തന്നെ ഇസ്രായേലിന്റെ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നുള്ള ആഴമായ ബോധ്യവും ഉൾക്കാഴ്ചയും തരുന്ന ഒരു ടൈറ്റിലാണ് ദൈവം യോദ്ധാവാകുന്നു എന്ന ടൈറ്റിലൂടെ അർത്ഥമാക്കുന്നത്. വീണ്ടും എങ്ങനെയാണ് കർത്താവ് യുദ്ധം ചെയ്തത്, എങ്ങനെയാണ് കർത്താവിൻ്റെ നാമം കർത്താവെന്നാകുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് 4 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. കാരണം അവർ പറയുന്ന ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 4 മുതൽ ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിൽ ആഴ്ത്തി, അവന്റെ ധീരരായ സൈന്യാധിപൻ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. നോക്കിക്കേ, ഇത് ഇസ്രായേൽ എങ്ങനെയാണ് രക്ഷ പ്രാപിച്ചത്, അല്ലെങ്കിൽ ഇസ്രായേലിന് ദൈവമായ കർത്താവ് കൊടുത്ത രക്ഷയുടെ അനുഭവം അവരാഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആദ്യത്തെ കീർത്തനത്തിലൂടെ ദൈവം രാജാവാകുന്നു എന്ന് അവർ പറയുന്നു, ദൈവം യോദ്ധാവാണെന്ന് പറയുന്നു. ആ യോദ്ധാവായ ദൈവം എങ്ങനെയാണ് ഇസ്രായേലിനെ രക്ഷിച്ചത്, ഇസ്രായേലിൻ്റെ ശത്രുക്കളെ സമൂലമായിട്ട് നശിപ്പിക്കുകയും അതിലൂടെ ഇസ്രായേലിന് മഹത്വം കിട്ടുകയും ചെയ്തു. നമ്മുടെ സക്രിയയുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തില് 1 മുതലുള്ള തിരുവചനങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് ശക്തമായിട്ട് പോരാടുന്നതിന്റെ ചരിത്രം നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിലിസ്ത്യൻ ശത്രുക്കളായ അഷ്ഡോദ്, അഷ്കലോൺ, ഗാസ, ഗാത്ത്, എക്രോൺ തുടങ്ങിയ പ്രദേശങ്ങൾക്കെതിരെ ഇസ്രായേൽ ദൈവമായ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്ന രംഗമൊക്കെ അവിടെ കൊടുക്കുന്നു. അപ്പോഴാണ് പറയുന്നത് 9-ാമത്തെ അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങളിൽ പറയുന്നത്, ഗില്ലി മേയോദ് ബെത്ത് സിയോൺ റീനു ബെത്ത് യെറൂശലേം. അതായത് നമ്മളെപ്പോഴും വായിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഓശാന തിരുനാളിൽ വായിക്കുന്ന ഭാഗമാണ്. ജെറുസലേമെ ആനന്ദിച്ചാഹ്ലാദിക്കുക, ജെറുസലേം പുത്രി സന്തോഷിക്കുക, കാരണം നിന്റെ രാജാവ് ഒരു കഴുതയുടെ പുറത്തേക്ക് വരുന്നു. എങ്ങനെയാണ് അവിടുന്ന് രാജാവായത്? യുദ്ധം ചെയ്ത്, ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം വരിച്ചുകൊണ്ടാണ് കർത്താവ് യോദ്ധാവാകുന്നത്. എസെക്കിയേലിന്റെ പുസ്തകത്തിലും ഇപ്രകാരം വിജയം വരിക്കുന്നതിന്റെ കഥകളെല്ലാം പറയുന്നുണ്ട്. എസെക്കിയേൽ 34 മുതൽ 43 വരെയുള്ള അധ്യായങ്ങളിൽ എങ്ങനെയാണ് ഇസ്രായേലിന്റെ ദൈവം വാഗ്ദാന ദേശത്തേക്ക് ജനത്തെ കൊണ്ടുവന്നെന്നും എങ്ങനെയാണ് ദൈവം വാഗ്ദാന ദേശത്തെ രാജാവായിട്ട് നിന്നെന്നുമുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ്. 34-ാമത്തെ അധ്യായം മുതൽ 43-ാം അധ്യായം
മൂന്നാമത്തെ വാക്യം വരെ. 43 അധ്യായം 3 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവിന്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഇസ്രായേലിന്റെ ശത്രുക്കളെ നശിപ്പിച്ചു. അതായത് 38-39 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗോഗ് മഗോഗിന്റെ ചരിത്രം, അതുപോലെ തന്നെ 35 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏദോമിന്റെ നാശത്തെക്കുറിച്ചുള്ള സൂചനകൾ, ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് എങ്ങനെ ദൈവം ശക്തനായ ദൈവമായിട്ട് കടന്നു വന്നു എന്നതിനെ കുറിച്ചുള്ള അനുഭവങ്ങളാണ്. അതിന്റെ വേറൊരു രൂപമാണ് ഫറവോയുടെ രഥങ്ങളെയും കുതിരകളെയും ഒക്കെ നശിപ്പിച്ചു എന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് 4 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ നമുക്കൊക്കെ വളരെയധികം ഒരു വലിയൊരു ഫാന്റാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്ഷനായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കിടപ്പുണ്ട് എന്ന് പറയുന്നു. അതാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഒരു പുതിയ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തിന്റെ ആദ്യ ഭാഗം മാത്രമേ ആയുള്ളൂ. ഈ വചനഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആഴങ്ങൾ, അതിൻ്റെ ദൈവശാസ്ത്രം മുഴുവനും മനസ്സിലാക്കുക. അതുകൊണ്ട് തുടർന്ന് വരുന്ന എപ്പിസോഡിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലൊക്കെ കിട്ടുന്നത്. അതിനുശേഷമാണ് നമ്മൾ യാത്രയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരണങ്ങൾ കാണുന്നത്. അതുവരെ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ വചനഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ജീവൻ നൽകും വചനം. ജ്ഞാനം നൽകും വചനം.